പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് അനുഗ്രഹത്തിന് പ്രാർത്ഥന ചെല്ലാം. എല്ലാവരും പ്രത്യക്ഷ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ മുൾക്കിടത്ത് പോകുന്ന വിശുദ്ധമായ രക്തം കർത്താവെ എല്ലാ മക്കളുടെ മേലും രോഗികളുടെ മേലും നീ വായിക്കണം പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷനുള്ള രോഗികൾ, ഉറക്കമില്ലാത്ത രോഗികൾ, മാനസികമായ ഭാരപ്പെടുന്നവർ, അവ മനസ്സിടിഞ്ഞു പോയവരുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിതത്തിൻ്റെ ഞെരുക്കാണ് കാരണം വിശ്വാസ തകർച്ച സംഭവിച്ചവരുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട്, പ്രാർത്ഥിക്കാൻ വാക്ക് കിട്ടാത്തവരുണ്ട്, എന്തിന് പ്രാർത്ഥിക്കണമെന്ന് ഓർത്തിട്ട് മനസ്സ് സങ്കടപ്പെടുന്നവരുണ്ട്. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ തിരുമുറിവാളുന്ന വലതുകരം ഈ നിമിഷം സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൊഴിൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി പ്രതിസന്ധി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പണം അന്യൻ്റെ കയ്യിൽ അകപ്പെട്ടു പോവുകയും അതുപോലെ നിത്യവൃത്തിക്ക് വിഷമനുഭവിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് പഴിചാരി കുറ്റവും പഴിയും ചാരിക്കൊണ്ട് പരസ്പരം കലഹിച്ച് കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നതിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, ഈ കാലഘട്ടങ്ങളിൽ നിന്ന് നാം വിളിച്ചപേക്ഷിക്കുന്ന മക്കൾ ലജ്ജിക്കുവാൻ ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ കർത്താവ് എപ്പോഴും ഹൃദയത്തിൽ വേദന, എപ്പോഴും മനസ്സ് മുഖത്തും ആനതയൊക്കെ ആയിട്ട് നടക്കുന്നവരുണ്ട് ഈശോയെ, അവരെല്ലാം കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇങ്ങനെ കുടുംബത്തിൽ ഇങ്ങനെ ഓരോ രീതിയിൽ കുടുംബത്തിലൂടെ കയറാൻ പറ്റണില്ല, എങ്ങനെയെങ്കിലും ചാടി പുറത്തു പോയാൽ മതി, എവിടെയെങ്കിലും പോയി തുരഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വല്ലാത്ത ഭാരം അനുഭവിക്കുന്നുണ്ട് കർത്താവെ. എപ്പോഴും നെഗറ്റീവ് ചിന്ത, സാമ്പത്തിക ബാധ്യത കൊണ്ടും കുടുംബത്തിലെ കലഹങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ഒരിടത്തും എത്തിയിട്ടില്ലെന്നുള്ള സങ്കടങ്ങൾ കൊണ്ടും എപ്പോഴും മോശമാരകമായ ചിന്തകളാൽ കൊണ്ട് കർത്താവ് വിഷമിക്കുന്നവരുടെ ഈശോയെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ഓരോരോ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിസ്തദ്രമായിട്ട് കർത്താവ് ജാഗ്രത
ധന്യതയോട് കർത്താവെ മുന്നേറുന്ന വ്യക്തികളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയും മക്കളെ വളർത്തി ഉള്ളത് കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ മക്കളെ വളർത്തിയെങ്കിലും മക്കൾ വളർന്നു വന്നപ്പോൾ മാതാപിതാക്കന്മാർ അംഗീകരിക്കാത്ത അവരെ കൊച്ചാക്കുകയും അതുപോലെ അവർ ചെയ്തതിനെ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. സങ്കടങ്ങൾ സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഈശോയെ ഭവനരഹിതരുണ്ട്. ഈശോയെ ഭവനമില്ലാത്തവർ, ഉള്ള ഭവനത്തിൻ്റെ പണി പൂർത്തി നിർത്തിക്കളഞ്ഞവരും ഇനി 5 പൈസ കാലണവരോടൊന്നും കിട്ടാൻ നിവൃത്തിയില്ലാതെ എങ്ങനെ ഇനി ജീവിക്കുമെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട്. ഈശോ ഇങ്ങനെ ഓരോരോ തരത്തിൽ വിവാഹം കഴിച്ച് ചിലക്കടുത്തായി അവിടെ ജീവിക്കാൻ പാടില്ല, നിവൃത്തിയില്ലാതെ സ്വന്തം വീട്ടിലോട്ട് ഒളിച്ചോടി വന്ന് താമസിക്കുന്നവരുണ്ട്. ഈശോയെ അവരെല്ലാവരെയും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ എല്ലാം മാറ്റാൻ അങ്ങേക്ക് അരനാഴിക നേരം പോലും വേണ്ട കർത്താവ്, 1/2 സെക്കൻഡ് മതി. എൻ്റെ കർത്താവിന് വേണ്ടി കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും സന്ധിപ്പും സമാധാനവും സമാശ്വാസവും സൗഖ്യം ഇടയാക്കണമെന്ന് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വര എന്നേക്കുവാമേൻ. കർത്താവ് ഇന്ന് കടന്നു പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന ചർച്ചകൾ, എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപയിൽ നിറയട്ടെ. ഞങ്ങളുടെ ചിന്തയ്ക്കോ ബുദ്ധിക്കോ അതീതമായി ആകസ്മികവും അവിസ്മരണീയമായി സംഭവിക്കുന്ന, അവിചാരിതമായി സംഭവിക്കുന്ന എല്ലാ തിന്മകളും യേശു ക്രിസ്തു നാമത്തിൽ ഉച്ചാരണം ചെയ്യപ്പെടട്ടെ. ഐ കമാൻഡ് യു ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ബി ബ്ലെസ്ഡ്. പ്രിയപ്പെട്ട, നമ്മളിന്ന് ചില മനുഷ്യരുടെ സ്വഭാവം ഉണ്ട്, അവർ ശീലിച്ചതേ പാലിക്കത്തുള്ളൂ. ഏത് അപ്പോസ്തലന്മാരായാലും ശരി, കർത്താവിൻ്റെ തനത് ശിഷ്യന്മാരായാലും ചില അണ്ണന്മാർക്ക് പറയണത് എന്താണ്, ചോദിക്കുന്നത് എന്താണെന്ന് വെളിവുണ്ടാകത്തില്ല. അവരുണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് അവരെ പ്രശ്നങ്ങളിലൂടെ നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ എപ്പോഴും പ്രശ്നമാണെന്ന് പറയരുത്. പ്രശ്നം നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ സ്വഭാവം കർത്താവിൻ്റെ കൃപയിൽ ആർജിക്കുന്ന രീതിയിലേക്ക് ക്രമീകരിക്കപ്പെടാൻ വേണ്ടി എപ്പോഴും ഇഷ്യൂ ആകണം. ചിലയിടത്ത് ഇഷ്യൂ ആക്കാതിരിക്കാം, പക്ഷെ നമ്മൾ പ്രശ്നക്കാർ ചെല്ലുമ്പോൾ അത് ഇഷ്യൂ ആകും. ഇപ്പം ഈശോ ജെറുസലേമിലേക്ക് നിന്ന് പോകുന്നൊരു സംഭവമില്ലേ? ഈശോ ജെറുസലേമിലേക്ക്, അതായത് നമുക്ക് പറയാലോ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇല്ലേ, 9-ാം അധ്യായം 53 വചനങ്ങളുണ്ട്. ലൂക്ക 9:53-54. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 53-54 വചനങ്ങൾ. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ആരാണ്? സമറിയയിലൂടെയാണ് ജെറുസലേമിലേക്ക് പോകുന്നത്. അപ്പൊ കർത്താവ് ശിഷ്യന്മാരെ അത്താഴത്തിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനും വിശ്രമിക്കാനുള്ള സ്ഥലം സജ്ജമാക്കാൻ വേണ്ടി സമറിയയിലോട്ട് വിട്ടതാണ്. ഇവർക്കൊരു കുഴപ്പമുണ്ട്. കുഴപ്പക്കാർ ചെല്ലുമ്പോൾ എപ്പോഴും കുഴപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ ചെന്നപ്പോൾ സമറിയക്കാർ ഇവരോട് ചോദിച്ചു, നിങ്ങളെവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഗുരു ജെറുസലേമിലേക്ക് പോവുകയാണ്. അപ്പം തന്നെ പണിയായി. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ സമറിയക്കാർ ജെറുസലേം അംഗീകരിക്കണില്ല. അപ്പോൾ അവിടെ നയപരമായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതിനുപകരം അവർ നയമല്ലാത്ത രീതിയിൽ അവിടെ സംസാരിച്ചു. അവർ പറഞ്ഞ് ഞങ്ങളുടേത് മൗണ്ട് ഗെരീസിമാണ് അവരുടെ ആരാധനാലയം. അവർ ജെറുസലേമിൽ ബദലായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അത് അംഗീകരിക്കണില്ല യഹൂദന്മാർ. അപ്പോൾ യഹൂദന്മാരുടെ ഈ ജെറുസലേം ഇവരും അംഗീകരിക്കണില്ല. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ആ കളത്തിൽ കളിക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ. ഇവർക്ക് അങ്ങനെ സൂക്ഷ്മമൊന്നുമില്ല. നേരെ പോകുന്ന എല്ലായിടത്തും നേരെ പോകണമല്ല, ചെയ്യണ സത്യമാണെങ്കിലും നമുക്ക് വിവേകം എന്നും പറഞ്ഞൊരു ഫാക്കൽറ്റി തന്നിട്ടുണ്ട്. അത് ഈ ആൾക്കാർക്ക് ഇത്തിരി കുറവാണ്. അവർ വിവേകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് മനഃപൂർവ്വം ഇവർ ആ പ്രശ്നത്തേക്ക് വിട്ടതാണ്. എന്നിട്ട് കർത്താവ് അവർ പിന്നെ ഭയങ്കര പ്രശ്നമായി. അവർ തിരിച്ചു വരും. സമരക്കാർ പറയും നിങ്ങളുടെ കൈയും കാലും ഞാൻ വിട്ടെന്ന് പറയും. അതോടുകൂടി ഇവർ പറയും ഞങ്ങൾ കടൽ മീതെ നടന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്, കാനായി വെള്ളം വീഞ്ഞാക്കിയ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. കർത്താവിനെ കൊണ്ട് ഗമയടിച്ചാൽ കക്ഷികൾ അവിടെ ചെന്നത്. പക്ഷേ അവിടെ വിലപ്പോയില്ല. കാര്യം എന്താണ്? യേശു നമുക്ക് ഗമയടിക്കാനുള്ള ആളല്ല. അവരുടനെ റിട്ടേൺ ചെയ്തിട്ട് കർത്താവ് എൻ്റെ അടുത്ത് വന്ന് പറയും, ലൂക്ക 9:54 എന്താണ്? ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു. ഈ 2 കക്ഷികൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടാ. യാക്കോബും യോഹന്നാനും സെബദിയുടെ പുത്രന്മാരാണ്. കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അതായത് കർത്താവിന്റെ അധികാരമില്ലേ, അത് ഇവർക്ക് കിട്ടിയിട്ട് എന്തിനാണ്? മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്,
വാട്ട് സ്പിരിറ്റ്, എൻ്റെ ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണിത്. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ചില അണ്ണന്മാരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരുടെ ഈഗോ, അവരുടെ എസ്റ്റീം, അവരുടെ അഭിമാനം മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിനെ വരെ അവർ ചാരി നിൽക്കും. ദൈവത്തിന് ചാരി നിൽക്കുന്ന ഉദ്ദേശം എന്താണ്? സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം സമർപ്പിക്കാൻ വേണ്ടി ആണ് അവരിങ്ങനെ ആത്മീയതയെ വരെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉണ്ട്. അപ്പം അവരോട് ഈശോ ചോദിക്കുന്നത്, എന്ത് അരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല, എന്താണ് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന്. ഇവർക്ക് ഈ പരിപാടി ഇപ്പം തുടങ്ങിയതല്ല. ഇവരുടെ ബൈബിളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ കക്ഷികൾ യാക്കോബും യോഹന്നാനും ഇനിയും ഇതുപോലെയുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്ന് വായിക്കണമെങ്കിൽ നമ്മൾ മർക്കോസിന്റെ 10:35 വായിച്ചേ. സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും എന്നുവെച്ചാൽ ഇവരുടെ ഈ എന്താണ് ശേഷിയും ശേമുഷിയും ഇവരുടെ അംഗബലവും ഇവരുടെ അഹങ്കാരവും അഭിമാനവും അതാണ് ചോദിക്കുന്നത്. ദൈവത്തിനോട് നമ്മൾ ദൈവത്തിനത് നിരക്കാത്തതാണെങ്കിൽ പോലും ഇവർക്കത് അവരുടെ എസ്റ്റീം വർദ്ധിക്കുമെങ്കിൽ അവരത് പ്രാർത്ഥനയുടെ വിഷയമാക്കും. ഭയങ്കര പാടാണ്. ഈ യാക്കോബിനെ യോഹന്നാനെ ട്രെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് ഈശോയ്ക്ക്. അതുകൊണ്ടാണ് ഇവർ സമറിയയിലൊക്കെ പറഞ്ഞു വിട്ടത്. അവർ ട്രെയിൻ ചെയ്യാം. അതായത് നമ്മൾ ചെന്ന് പലയിടത്ത് പോയിട്ട് നമ്മൾ ചിലയിടത്ത് നമ്മുടെ അഭ്യാസങ്ങൾ ഏക്കത്തില്ല. അപ്പം നമ്മൾ എളിമപ്പെടേണ്ടി വരും. അപ്പം അത് പ്രാക്ടിക്കൽ പോയിൻ്റാണ്. ശിഷ്യത്വത്തിൻ്റെ പണിശാലയിൽ കർത്താവ് ചില പ്രായോഗികമായിട്ടുള്ള ചില ക്ലാസ്സുകളും കൊടുത്തതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ സമറിയയിൽ കഴിഞ്ഞത്. ഇപ്പം എന്താന്ന് നോക്കിയേ, ഗുരു ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം പരിത്യജിക്കാൻ പറയുന്ന ആടിനോടാണ് ഇവർ കുറിച്ചല്ലാത്ത പല കാര്യങ്ങളും അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്തും ദൈവത്തെ കാണുമ്പോൾ എന്തും ചോദിക്കുക എന്നുള്ളൊരു ധാരണ ഇവ ഉണ്ടാക്കിയത് ഈ അപ്പോസ്തലന്മാർ തന്നെയാണ് ഉണ്ടാക്കിയത്. കർത്താവ് അതിന് മറുപടികളൊക്കെ ഉണ്ട്. മറുപടി എന്താ പറയണത്? മർക്കോസ് 10:38 യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്താ പ്രശ്നം വെച്ചാൽ ഇത് തന്നെയാണ് കമന്റ് നേരത്തെയും പറഞ്ഞത്. എന്താണ് 9:54 ലൂക്കായിൽ എന്താ പറയണത്? നിങ്ങൾ എന്ത് അരൂപിയാളാണ് നയിക്കപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയത്തില്ല. ഇവിടെ എന്താ പറയണത്? നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല. അതായത് പ്രാർത്ഥിക്കണത് എന്താണെന്ന് അറിയാതെ ഇരുന്ന ആ പ്രാർത്ഥന ഒരിക്കലും ഫലിക്കത്തില്ല. പല പ്രാർത്ഥനകളും നിങ്ങളുടെ ഫലിക്കാത്തത് ആ പ്രാർത്ഥന ദൈവം എങ്ങനെ കാണുന്നു എന്നറിയാത്തതാണ്. അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും കേൾക്കും, പക്ഷേ ദൈവത്തിൽ നിരക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മിക മേഖലയിൽ നമുക്ക് ഉയരാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം, കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. ഉടമ്പടിയും കൃപയും തമ്മിൽ ആണ് ബന്ധം. നമ്മൾ കാര്യങ്ങൾ എല്ലാം ചെയ്യണത്, എല്ലാ ജീവിത മുന്നേറ്റങ്ങളും നടത്തുന്നത്, ജീവിത ഉത്തരവാദിത്തങ്ങളുടെയും ബാധ്യതകളുടെയും ഒക്കെ നമ്മൾ അതിജീവിക്കുന്നത് പവർ എന്ന ഒറ്റ സങ്കേതം ഉപയോഗിച്ചുകൊണ്ടാണ്. പവർ മീൻസ് ശക്തി. ഇതിൽ ശക്തി ജീവിത മുന്നേറ്റം നടത്താൻ വേണ്ടി 2 തരം ശക്തികളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പഠനം, പ്രാർത്ഥന, പരീക്ഷ, വിവാഹം, മക്കൾ, ജോലി, ഇങ്ങനെയുള്ള എല്ലാ ജീവിത അവസ്ഥകളെ അഭിമുഖീകരിക്കാൻ മനുഷ്യൻ ഉപയോഗിക്കുന്ന സ്രോതസ്സ് പവർ എന്ന ഒറ്റ സ്രോതസ്സാണ് ശക്തി. ഈ ശക്തി തന്നെ 2 തരമുണ്ട്. ഒന്ന് മാനുഷികമായ ശക്തിയുണ്ട്. മാനുഷികമായ ശക്തിയുടെ അടിസ്ഥാനം
നമ്മുടെ പണം, ആരോഗ്യം, വിദ്യാഭ്യാസം, നമ്മുടെ സ്വാധീന ശക്തി, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് മാനുഷികമായ ശക്തിയിൽ. ബുദ്ധിയൊക്കെ മാനുഷികമായ ശക്തിയുടെ ഭാഗമാണ്. ബുദ്ധി ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, ബുദ്ധി ഉപയോഗിച്ചാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ബുദ്ധി ഓർമ്മശക്തിയും കൂടി ഉപയോഗിച്ചാൽ നമ്മുടെ ഓർമ്മയ്ക്ക് ശക്തി എന്ന് കൂടി നമ്മൾ പറയും, അല്ലേ? ഓർമ്മശക്തി എന്നല്ലേ പറഞ്ഞാൽ, പറയേണ്ട ആവശ്യമില്ല, ഓർമ്മയെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇറ്റ് ഈസ് ബേസിക്കലി അനുഭവ തലത്തിൽ ഓർമ്മ ഒരു ശക്തിയാണ്, ബുദ്ധിയെപ്പോലെ തന്നെ ഒരു ശക്തിയാണ്. കാഴ്ച ശക്തി, കേൾവി ശക്തി എന്നൊക്കെ നമ്മൾ പറയണം, അല്ലേ? കാണുന്നതിന് കാഴ്ച ശക്തി എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഹ്യൂമൻലി സ്പീക്കിംഗ് അതെല്ലാം പവറാണ്, ഫാക്കൽറ്റീസാണ്. അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പവറാണ്. ഇനി ഒരു വയസ്സും പ്രായമാകുമ്പോൾ കാഴ്ച ശക്തി നശിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ശക്തി നശിച്ചു, അതൊരു പ്രതിഭാസമാണ്. ശക്തി നശിച്ചു പോവുക. ഇപ്പോൾ ഞാൻ തന്നെ കണ്ണട വെച്ചിരിക്കുകയാണ്. എനിക്ക് കണ്ണട വെച്ചില്ലെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ചെറിയ അക്ഷരങ്ങളുടെ മേലുള്ള എൻ്റെ സ്വാധീന ശക്തി കുറവാണ്. കേൾവി ശക്തി എന്ന് പറയുന്നത്. പിന്നെ മസിൽ പവറുണ്ട്, അല്ലേ? മസിൽ പവർ, മസ്കുലർ ശക്തി, പേശിബലം, എല്ലാം ഒരു ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബുദ്ധി എല്ലാം ഒരു ശക്തിയാണ്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ ഉപയോഗിക്കുന്ന സോഴ്സാണ് ശക്തി. ഈ ശക്തിക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പം, ഇത് ഒരു ടൈം കഴിഞ്ഞാൽ അതിങ്ങനെ ക്ഷയിച്ചു വരും. ഈ ക്രൈസിസിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ശക്തി എന്ത് ശക്തി ആയിക്കൊള്ളട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞത്, അദ്ദേഹത്തിന് 2 കോടി രൂപ കടം. കഴിഞ്ഞ ധ്യാനത്തെ ഞാൻ ഓർപ്പിച്ചാണ്. അത്രയും ആസ്തി ബിസിനസ്സുള്ള ഒരാളാണ്. പക്ഷേ പ്രളയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി ഒഴുക്കി കൊണ്ടുപോയി. കാര്യം എങ്ങനെ? പുരക്ക് മുകളിലല്ലേ വെള്ളം പോണത്, ഫാക്ടറിക്ക് മുകളിൽ കൂടി വെള്ളം പോയി. അപ്പോൾ 30 അടി 30 മീറ്ററൊക്കെ ഉയരം വെള്ളം ഉയർന്ന പത്തനംതിട്ടയിലാണ് അദ്ദേഹത്തിൻ്റെ ഫേംസ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി നഷ്ടപ്പെട്ടു, ശക്തി പോയി, പിന്നെ കടക്കാരനായി മാറി. അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്ര ഒരു പവർ ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ ശക്തി പോകും. ഇങ്ങനെ ശക്തി, ആബ്സെൻസ് ഓഫ് പവർ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അതിന് വാട്ട് ഈസ് ദ ഡിവൈൻ പ്രൊവിഷൻ? ദൈവത്തിൻ്റെ അതിനുള്ള പാക്കേജ് എന്താണ്? അതാണ് ബൈബിൾ അന്വേഷിക്കുന്നത്. ഇൻ കേസ് ഏതെങ്കിലും ഒരു സെറ്റപ്പിൽ നിങ്ങളുടെ ശക്തി പോയാൽ, നിങ്ങളുടെ ബിസിനസ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജെയ്സൺ തോമസ് എന്ന് പറഞ്ഞൊരാൾ സാക്ഷ്യം പറഞ്ഞു. ജെയ്സൺ തോമസ് എന്നെ അട്രാക്റ്റ് ചെയ്തൊരു സാക്ഷ്യമാണ്. ജെയ്സൺ തോമസിൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം മസ്കറ്റിലൊരു ഇൻഷുറൻസ് ബ്രോക്കറേജ് നടത്തുന്ന ആളാണ്. ഈ ഉടമ്പടിയുടെ ഒരു കാര്യം ഭയങ്കര രസമാണ്. മനുഷ്യന്മാരുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളെയും ഇതിങ്ങനെ ശരിക്കും താങ്ങി നിർത്തുന്നുണ്ട്. പണ്ടത്തെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു രീതിയല്ല, രോഗശാന്തിയും മദ്യപാനം അവസാനിപ്പിക്കണമല്ല. ഉടമ്പടിയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ ഒരു ആധുനിക മനുഷ്യൻ കടന്നു പോകുന്ന സങ്കീർണമായ എല്ലാ മേഖലകളിലും അവൻ്റെ ഒപ്പം നടക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഒരു ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യന് ഈ ഇൻഷുറൻസ് ബ്രോക്കറേജ് മസ്കറ്റിലെ കമ്പനി പെട്ടെന്ന് ഫ്ലോപ്പായി. ഇയാളുടെ ഒരു ശമ്പളം കുടുങ്ങിപ്പോയി. തലശ്ശേരിക്കാരനാണ്, ശമ്പളം കുടുങ്ങിപ്പോയി. 5 മാസത്തെ ശമ്പളമൊക്കെ കിട്ടാനുണ്ട്. നല്ല മിസ്മാനേജ്മെൻ്റ് വന്ന കമ്പനിയാണ്, നല്ല ഭംഗിയായിട്ട് പോകുമായിരുന്നു. ഈ തോംസൺ ഒക്കെയാണ്. പക്ഷേ സ്റ്റാഫെല്ലാം പറയുന്നുണ്ട്, സാറേ എങ്ങനെയെങ്കിലും സാർ ഈ കമ്പനിയുടെ തലപ്പത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ സംഭവം കൊളാപ്സ് ആകാൻ കേട്ടോ പറയും. പക്ഷേ തലപ്പത്ത് വരുന്നതിന് ഇയാളെക്കാൾ സീനിയോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ആ കമ്പനിയിലുണ്ട്. അവരെ ഓവർടേക്ക് ചെയ്യാൻ ഇയാൾക്ക് പറ്റത്തില്ല. അത് എല്ലാ ഫേംസിനും ഉള്ളൊരു ബാധ്യതയാണ്. ആ ഫേംസിൻ്റെ ആദ്യകാലം മുതലേ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവും. അവർ ചിലപ്പോൾ ആ കമ്പനിയുടെ വളർച്ചയ്ക്കൊപ്പം ചിലപ്പോൾ എഡ്യൂക്കേഷനോ എക്സ്പീരിയൻസോ മാസ്റ്ററിയോ ഒക്കെ ഉണ്ടാകത്തില്ല. അത് എല്ലാ കമ്പനികൾക്കും ഉണ്ടാകുന്ന ശേഷം അത് തുടക്കത്തിൽ അതിനെ അവർ ഉദ്ദേശിച്ച് കാണത്തില്ല. ചിലപ്പോൾ വരെ ചിട്ടി കമ്പനിയായിട്ട് തുടങ്ങിയ സംഭവമായിരിക്കും, അപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കും. ഇൻഷുറൻസ് ബ്രോക്കറേജ് ഇൻ്റർനാഷണലായിട്ട് മാറിയപ്പോൾ അതിനാവശ്യമായ ഇൻ്റലിജൻ്റൊക്കെ വേറെ ഒരു മാസ്റ്ററിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാർക്കുണ്ട്, പക്ഷേ അവരെ മാറ്റാനും പറ്റുന്നില്ല. അവിടെ ശമ്പളം തന്നെ 1 കോടി രൂപയാണ് ഒരു വർഷം. അവിടുത്തെ സിഒയുടെ ശമ്പളം ഒരു വർഷം 1 കോടി രൂപയാണ്. ദാറ്റ് മീൻസ് 10 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ടല്ലോ. 10 ലക്ഷം രൂപ അടുത്ത് ഒരു മാസം ശമ്പളം വരുന്നുണ്ട്. 10 ലക്ഷം രൂപ അടുത്ത് ഒരു മാസം ശമ്പളം വരുന്ന ഒരാളെ
ഒരു കമ്പനി തീറ്റിപ്പോറ്റിയാൽ എത്ര കാലം കമ്പനിക്ക് സർവ് ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. അങ്ങനെ ഈ സാധനം ഇങ്ങനെ ഈ റോക്കറ്റ് വിട്ട പോലെ തന്നെ തിരിച്ച് കുത്തണ പോലെ കടലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കടലിൽ കുത്തി ഇയാളുടെ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ സിഒയുടെ താഴെയുള്ള ആളാണ്. അയാളുടെ ശമ്പളം 5 മാസത്തേക്ക് പെൻഡിങ് ആയി. സ്റ്റാഫിൻ്റെ ശമ്പളം. അപ്പോഴാണ് ഈ സുഹൃത്ത് ഉടമ്പടിയെക്കുറിച്ച് പറയണത്. ഇതാണ് ഞാൻ പറഞ്ഞു ഉടമ്പടി അറ്റ കൈയാണെന്ന് പറയാൻ കാരണം എന്താണ്? ഇയാളുടെ ഹ്യൂമൻ പവർ ലോസായി. ഈ കമ്പനിക്ക് ഇനി എത്ര ബുദ്ധിശക്തി ഉണ്ടായിട്ടും കാര്യമില്ല. അവർക്ക് ചിലപ്പോൾ നല്ല CA IAM പഠിച്ച ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് എന്നും ശമ്പളം കിട്ടണില്ല. അവരെത്ര ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളവരാണെങ്കിലും എഡ്യൂക്കേഷൻ കലിബർ ഉള്ളവരാണെങ്കിലും ഈ കമ്പനിയുടെ അകത്ത് അവർക്ക് സർവൈവിങ് ഇല്ല. അതാണ് ശക്തി പോകണമെന്ന് പറയണത്. ശക്തി പോകണത് എത്ര കപ്പാസിറ്റി ആൾക്കാർ നിങ്ങളും ചിന്തിക്കണം. എത്ര കപ്പാസിറ്റി ഉണ്ട് എന്ന് അല്ല പ്രശ്നം. നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായാൽ നമ്മളൊരു ബ്ലാങ്കായി പോകും. അപ്പം അങ്ങനെ ഈ കമ്പനി സിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യന് ഉടമ്പടി ചെയ്യും. ഉടമ്പടിയിലൂടെ ഒരു പ്രശ്നം, ഉടമ്പടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്ന ഫോർമാറ്റ് തന്നെ അത് ഹ്യൂമൻ പവറിലല്ല. ഒരു ഹ്യൂമൻ പവറിലല്ല ഇത് വർക്ക് ചെയ്യണത്. ഹ്യൂമൻ പവർ എന്ന് പറയുന്നതാണ് എല്ലാ കമ്പനികളുടെയും ഒക്കെ ഒരു ആസ്തി എന്ന് പറയുന്നത്. സാധാരണ ആസ്തി മനുഷ്യധനം എന്ന് പറയത്തില്ലേ നമ്മൾ, ആൾക്കാരുടെ ഹ്യൂമൻ പവർ. അതുപോലെ ആൾക്കാരുടെ ആസ്തി എന്ന് പറയുന്നത് ബുദ്ധിയും എഡ്യൂക്കേഷനൊക്കെ. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണില്ല ഇവിടെ. ഇത് ക്ഷയിച്ചപ്പോൾ കമ്പനിയെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നാൽ പിന്നീട് ബൈബിൾ പറയണത് ഈ മനുഷ്യൻ്റെ പവർ ബലഹീനമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ വർക്ക് ചെയ്യണത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി വർക്കൗട്ട് ചെയ്യാൻ നിലവിൽ കൃത്യമായിട്ടുള്ള പ്രോജക്റ്റ് ഇല്ല. നമ്മൾ നൊവേന കൂടുന്നുണ്ട്, പ്രാർത്ഥന കൂടുന്നുണ്ട്, സിംഗിൾ എഡ്ജാണ് സാധനം. ഈ സിംഗിൾ എഡ്ജിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം മേജർ പ്രോജക്റ്റ് എടുക്കാൻ പാടായിരിക്കും. കാര്യം അതിനകത്ത് ദൈവം കക്ഷിയല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ മാത്രമാണ് കക്ഷി. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മാത്രമാണ് കക്ഷി. ബാക്കി ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ സമർപ്പിക്കുകയാണ്. അത് ദൈവം അക്സെപ്റ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷേ ഉടമ്പടി വരുമ്പോൾ അങ്ങനെയല്ല. ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. ഉഭയകക്ഷിയാണ്. ഞാനൊരു കക്ഷി, എൻ്റെ വിഷയത്തിന് ദൈവവും കക്ഷിയാണ്. ദൈവത്തിന് കുറച്ച് നിബന്ധനകളുണ്ട്, എനിക്ക് നിയോഗമാണുള്ളത്. ഇത് ബൈബിളിൻ്റെ ഒരു പ്ലാൻ ആൻഡ് സ്കീമാണ്. ആദ്യം മുതലേ ഉള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു ബലഹീനത വന്നാൽ പിന്നെ അടുത്ത ഓപ്ഷൻ ഹ്യൂമൻ പവർ ലോസായി കഴിഞ്ഞാൽ, ബുദ്ധിയായാലും ശക്തിയായാലും ധനമായാലും ഹ്യൂമൻ പവർ ലോസായി കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ ഡിവൈൻ പവറാണ്. ഡിവൈൻ പവറിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് കൃപയെന്ന്. നമ്മൾ കൃപയെന്ന് പറയുമ്പോൾ പ്രസാദം എന്നൊക്കെ പറയാം. അതൊന്നും അല്ല സംഭവം. ഇറ്റ്സ് എ പവർ. അത് എപ്പോഴും ഉള്ള ഇതിൻ്റെ ഫണ്ടമെൻ്റൽ വേർഡ് എന്ന് പറഞ്ഞാൽ 2 Corinthians 10:9. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 Corinthians 10:9. ശ്രദ്ധിക്കട്ടെ. 2 Corinthians 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി, എന്റെ ശക്തി മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പൊ ബലഹീനത വന്നാൽ, ഇപ്പൊ ജെയ്സൺ തോമസ് എന്താണ് ഒരു ബലഹീനതയിലാണ്. എന്താണ് കമ്പനി ലാപ്സായി പോയിക്കൊണ്ടിരിക്കുന്നു. അയാൾക്ക് ശമ്പളം കിട്ടിയിട്ട് 5 മാസമായി. ഈ ബലഹീനതയിൽ ഇനി പ്രവർത്തിക്കാൻ എന്താ പറയുന്നത്? അടുത്ത വായിച്ച എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഈ കമ്പനി പൊക്കിയെടുക്കാൻ ദൈവത്തിന്റെ ശക്തി മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ശക്തി വേണമെന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. സാധാരണ ലെവലിലുള്ളതിന് അത്ഭുതം എന്നല്ല പറയണത്. സാധാരണ അവർ കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പക്ഷേ എക്സ്ട്രാ ഒരു വിഷയം വന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു പ്രോജക്റ്റേ ഉള്ളൂ, അത് ഉടമ്പടിയാണ്. അത്ഭുതം ഈ തോമസിൻ്റെ കമ്പനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, ജെയ്സൺ തോമസിൻ്റെ കമ്പനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മാനുഷികമായിട്ട് ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെയുള്ളത് എന്താണ്? ദൈവികമായ ശക്തി പ്രവർത്തിക്കണം. ദൈവമായ ശക്തി പ്രവർത്തിക്കണം. ദൈവം പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ വരണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഫോർമാറ്റ് എന്താണ്? ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് ഉടമ്പടിയാണ്. പുറപ്പാടിന്റെ പുസ്തകം 34:10. പുറപ്പാട് 34:10. ശ്രുതികട ഹല്ലേലൂയ. പുറപ്പാട് 34:10. അവിടുന്ന് അരുളി ചെയ്തു,
അവിടുന്ന് അരുളി ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്ത് ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. ഇതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഉടമ്പടിയും അത്ഭുതവും തമ്മിലാണ് ബന്ധം. അത്ഭുതങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയും ഇപ്പം നമ്മൾ കൃപാസനത്തിൻ്റെ നിങ്ങൾ പുതിയ യൂട്യൂബ് കണ്ടോ? ഒരു ദിവസം 100 സാക്ഷ്യം വെച്ചായിട്ടണത്. അത്ഭുത സാക്ഷ്യങ്ങൾ ഒരെണ്ണം 100 എണ്ണം. ഇപ്പോൾ പുതിയതല്ല. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ആദിമസഭയുടെ മുഖമുദ്രയാണ്. അത് അപ്പോസ്തലന്മാരൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ അപ്പോസ്തലന്മാരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയണതും പ്രവാചകന്മാർ, അതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷകർ, അത്ഭുതം പ്രവർത്തിക്കുന്നവർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങൾക്ക് അത്ഭുതം ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് അത്ഭുതം പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 കൊരിന്തോസ് 12:28. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, സഹായകർ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നിയമനമാണ് ശരിക്കും. ഇപ്പം സഹായകരെന്ന് പറഞ്ഞു കണ്ടില്ലേ? അപ്പോൾ ആദ്യം അപ്പോസ്തലന്മാർ, പിന്നെ പ്രവാചകർ, 4ാം സ്ഥാനത്താണ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നവർ, 5ാം സ്ഥാനത്താണ് രോഗശാന്തി പ്രവർത്തിക്കുന്നവരും, അതിൻ്റെ കൂടെ തന്നെയാണ് സഹായകർ. സഹായകർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മൾ തന്നെ ഇവിടെ മാത്രം എത്രയോ വർക്കേഴ്സ്, 100 വർക്കേഴ്സ് ഉണ്ട് ഇവിടെ. ശുശ്രൂഷകർ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണത്. 10 ഉടമ്പടിക്കാണ്ട് 13 കൗണ്ടേഴ്സ് ഉണ്ട്. ഈ 13 കൗണ്ടേഴ്സ് കൊണ്ട് 4.5 മണിക്കൂർ കൊണ്ടാണ് ഉടമ്പടി പ്രോസസ്സായി എടുക്കുന്നത്. അതിനുള്ളിൽ 100 പേരുടെ സഹായം നമുക്ക് കിട്ടിയാലേ ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് സഹായകരുന്നു. പക്ഷേ അത് സഹായം ഒരു ശുശ്രൂഷയാണ്, അതൊരു ഫംഗ്ഷനല്ല, ഒരു വർക്കല്ലത്, അതൊരു മിനിസ്ട്രിയാണ്. സഹായകർ ആദിമസഭ ഉണ്ടായതാണ്. പക്ഷേ ഇതെല്ലാം അപ്പോസ്തലന്മാർക്ക് വിധേയമായിരിക്കണം. അപ്പോസ്തലന്മാരുടെ സ്ഥാനത്തുള്ള ആരാണ്? ബിഷപ്പുമാരാണ്. അതുപോലെ അതിനുശേഷം ഈ പ്രവാചകന്മാർ വരെ ബിഷപ്പുമാരാണ്. അതിനകത്ത് പ്രഘോഷകരുണ്ടാവും, പ്രവാചകരുണ്ടാവും. അതെല്ലാം വചന പ്രഘോഷമായിട്ട് ബന്ധപ്പെട്ട മിഷണറീസാണ്. അപ്പോൾ അവരെല്ലാം ആരായാലും ശരി അപ്പോസ്തലിന് വിധേയമായിരിക്കണം. അപ്പോസ്തലിനാണ് അധികാരം ദൈവം കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് സഭയുടെ ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് ഒരു വ്യക്തിക്ക് ഒരു ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കേണ്ടാതെ നിക്കക്കളില്ലാതെ വരുവാൻ. ഇപ്പോൾ ജെയ്സൺ തോമസിൻ്റെ പ്രശ്നം അതല്ലേ? ജെയ്സൺ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറപ്പാട് 34:10 അനുസരിച്ച് കൊണ്ട് ദൈവം ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കാൻ തന്നെയാണ്, സംശയമില്ല കരുതിൽ. പക്ഷേ ആ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഈ ജെയ്സൺ തോമസ് എന്താ ചെയ്തിരിക്കുന്നത്? ഉടമ്പടി എടുത്ത ഉടനെ എന്ത് അത്ഭുതമാണ് അവിടെ നടന്നത്? ഉടമ്പടി എടുത്ത് ആ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആ സാക്ഷ്യം, കഴിഞ്ഞ ആഴ്ച ഇട്ടതാണ്. ഈ ജെയ്സൺ തോമസ് കൂപ്പുകുത്തണ തൻ്റെ സീറോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തകർച്ചയെ ബാധിക്കുന്ന കമ്പനി രക്ഷപ്പെടാൻ വേണ്ടി മാതാവുമായിട്ട് മധ്യസ്ഥയിൽ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡുകൾക്കുള്ളൊരു ഒരാഴ്ചക്കുള്ളൊരു സംഭവം നടക്കും. എന്താണ്? ബർബേഷ എന്ന് പറയുന്ന ഒരു ഗുജറാത്തുകാരനാണ് CEO. അയാളാണ് ഇതിനെ തലപ്പത്തിരിക്കുന്നത്. അയാളുടെ സ്റ്റിയറിങ്ങിലാണ് കമ്പനി പോണത്. അയാൾക്കാണ് 1 കോടി രൂപ ശമ്പളം, ഒരു വർഷമാണ് 10 ലക്ഷം രൂപ വെച്ച് മാസം. അയാൾ ഈ ഉടമ്പടി എടുത്തോടുകൂടി പൊടുന്നനെ രാജിവെച്ച് പോകും, ആരോടും ചോദിക്കാതെ. പൊടുന്നനെ രാജിവെച്ച് പോവുകയും കമ്പനിക്ക് പിന്നെ ഓഫർ കിട്ടുകയും പെട്ടെന്ന് കമ്പനി ഷൂട്ടപ്പ് ചെയ്തിട്ട് ജെയ്സൺ തോമസ് CEO ആവും. ഇതിൻ്റെ വിഷയം അതാണ്. ഇത് നമ്മൾ നടക്കുന്ന ഒറ്റ ആഴ്ച കൊണ്ട് നടക്കുന്ന അത്ഭുതമാണിത്. അങ്ങനെ ചില ജീവിതത്തിൻ്റെ ചില ഭാഗത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കാതെ വേറെ ഒരു മാർഗമില്ലാതെ വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഉടമ്പടി എടുക്കാവൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കക്ഷി ചേർക്കാതിരിക്കണം നല്ലത്. കാര്യം ദൈവത്തിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കക്ഷിയാക്കുമ്പോൾ ഫുൾ ആൻഡ് ഫുൾ ദൈവമായിരിക്കണം. ഇത് മറ്റത് കുറച്ച് നിങ്ങളിലും ആശ്രയിക്കും, ദൈവത്തിനും ആശ്രയിക്കും. ഇപ്പം നിങ്ങൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ, നല്ലോണം പഠിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം അതിൻ്റെ അകത്ത് കക്ഷിയാക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് നേരത്തെ തന്നിട്ടുള്ളതാണ്. സന്താന പുറ്റു ഉൽപ്പത്തി 1:28 സന്താന പുറ്റുകളുടെ പെരുകണം, ഭൂമിയെ കീഴടക്കണം. അപ്പോൾ ജീവിതം ഏത് സാഹചര്യത്തിലായാലും ജീവിതത്തെ കീഴടക്കാനുള്ള ബുദ്ധിയും ശേഷിയും ശമുഷിയും ഒക്കെ ദൈവം ഓൾറെഡി ബൈ ബർത്ത് ഇറ്റ് ഈസ് ഗിവൺ. അതിന് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയും. ഈ ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ ആണ് ഉടമ്പടി വരണത് ശരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബീന എസ് നായർ ഒരു സാക്ഷ്യം പറഞ്ഞു. ബീന എസ് നായർ ആ സാക്ഷ്യമുണ്ട്. എന്താ സാക്ഷ്യം എന്ന് പറയുന്നത്? അവർ ജ്യോതിഷിയാണ്, ജ്യോതിഷം പഠിച്ച ആളാണ്.
അപ്പോൾ അവരത് പറയുന്നുണ്ട് ഞാൻ ജ്യോതിഷിയാണ് എന്ന് പറയും. പക്ഷെ അവിടെ സാക്ഷ്യം എന്താണ്? അവരുടെ മകന് 1, 2, 3, 136 കല്യാണമാണ് വരണം. 136 കല്യാണം അവരത് പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ. 136 കല്യാണം വന്നിട്ട് ഒരെണ്ണം പോലും ഒക്കണില്ല. ഇവനിപ്പോൾ എന്നാ പറ്റി? 36 വയസ്സായി. അപ്പോൾ മെരിറ്റ് പോയി. 36 വയസ്സെന്ന് പറയുമ്പോൾ യൂറോപ്യൻസാണ് സാധാരണ 35 വയസ്സിൽ കെട്ടണത്, കല്യാണം കഴിക്കണത്. അവരുടെ പഠനവും പ്രൊഫഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഡേറ്റ് ചെയ്ത് കുറേ ആൾക്കാർക്ക് ഉപേക്ഷിച്ച് അങ്ങനെ അവസാനം ചൂസ് ചെയ്ത് ആരെങ്കിലും ഒരാളെ കല്യാണം കഴിക്കും. എന്തെങ്കിലും നിൽക്കുന്നുണ്ടാകുന്നത് വേറെ വിഷയം. അത് അവിടെ കൾച്ചറിൻ്റെ ഒരു വിഷയമായിട്ട് മാറുകയും. പക്ഷേ നമ്മുടെ കൾച്ചർ അങ്ങനെയല്ല. നമ്മുടെ കൾച്ചറിൽ ഇപ്പോൾ 18 വയസ്സ് തന്നെ ആൾക്കാർ കല്യാണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പണ്ട് പോലെ ഇവിടെ നിലവിലുള്ള ആചാരമാണ്. അതല്ലേ ഈ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് ഗവൺമെൻറ് പറയണത്. അതിൻ്റെ ഉദ്ദേശത്തിന് പല ഉദ്ദേശമുണ്ട്. കാര്യം ഇവിടുത്തെ ഒരു പൗരനാകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുവായിട്ടുള്ളൊരു കോഡ് വേണമെന്ന് ഒരു സെക്കുലർ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇവിടുത്തെ കല്യാണപ്രായം ഒരു 24 വയസ്സാണ് ഒരു മിനിമം. ആ മിനിമത്തിൽ നിന്ന് മാറിയിട്ട് മെരിറ്റ് പോവുകയാണ്. ഹൗ ഹീസ് ലൂസിങ് ഹിസ് മെരിറ്റ്, ദാറ്റ്സ് ഐ ആം പോയിൻറ്റിങ്. അതായത് അയാളുടെ മെരിറ്റ് എങ്ങനെയാണ് പോണത്? 24 വയസ്സ് കഴിഞ്ഞ് 25 വയസ്സായി, 26 വയസ്സായി, 30 വയസ്സായി, 31ആയി, 32ആയി, കല്യാണം ഇങ്ങനെ വരുന്നു പോകുന്നു, ഒന്നും ഒക്കണില്ല. 36 വയസ്സായി, 136 കല്യാണങ്ങൾ വരുന്നെന്ന് പറയുമ്പോൾ അവിടെ മെരിറ്റ് 0 മെരിറ്റ് വന്നു. മാനുഷ്യമായി 0 മെരിറ്റായി. ഈ 0 മെരിറ്റായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഉടമ്പടി വർക്ക് ചെയ്താൽ എങ്ങനെ? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നോട്ട് ബൈ മെരിറ്റ് എന്ന് പറയുന്നുണ്ട്. മെരിറ്റിനകത്ത് അവിടെ ഒരു സാധനവും ഇല്ല. നിങ്ങൾ എന്താ പറയുക, പല കാര്യങ്ങളും നിങ്ങൾക്ക് മെരിറ്റുള്ള കാര്യങ്ങളാണ് ഉടമ്പടി വെക്കണത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരണത്. നിങ്ങൾക്കോ ഇതിപ്പോൾ പ്രാർത്ഥിച്ചില്ലേ നടക്കും. എൻ്റെ ആങ്ങളെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്. ഇപ്പോൾ ലൈഫിൻ്റെ വീട് വരുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് പറയത്തില്ലേ? എൻ്റെ ആങ്ങളെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്. അത് ലൈഫിൻ്റെ വീട് വരുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ കൊണ്ടുവന്ന് മാതാവിനോട് വീട് തരണമെന്ന്, ലൈഫിലെ വീട് തരണമെന്ന് പറയുമ്പോൾ വിഷയമാകും. കാര്യം എന്താണ്? മെരിറ്റ് നിങ്ങൾ ഓൾറെഡി ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ആങ്ങളെ വെച്ച് നിങ്ങളുടെ മെരിറ്റ് ഹൈജാക്കാക്കി. പിന്നെ അത് ഉടമ്പടി വെച്ച് ദൈവത്തിന് എന്താ നാണം കെടുത്തുന്നത്? അവിടെയാണ് ലാഗിങ് വരേണ്ടത്. ഉടമ്പടി ലാഗിങ് വരരുത്. ഇത് 0 മെരിറ്റാണ്. ഇപ്പോൾ ബീനേസ് നായറിൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് 136 കല്യാണം കഴിഞ്ഞു, വന്നു പോയി, കണ്ടിട്ട് ഒന്നിനും ഒത്തില്ല. പിന്നെ അദ്ദേഹത്തിന് 36 വയസ്സുമായി. 0 മെരിറ്റാണ്. ഈ 0 മെരിറ്റുള്ള ആൾ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ ആ ആഴ്ചത്തന്നെ കല്യാണം നടക്കണത് എങ്ങനെയാണ്? ഇതാണ് പുറപ്പാട് 34:10. എന്താണ്? ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യാം. നിനക്ക് 0 മെരിറ്റാണെങ്കിലും ശരി, ഞാൻ 0 മെരിറ്റ് വരുമ്പോഴാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. വീണ്ടും വചനം വായിച്ചേ. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എഫെസ്യസ് 2:8. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എഫെസ്യസ് 2:8. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിന്റെ ദാനം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ നേടിയെടുത്തതല്ല, നിങ്ങൾക്കത് മെരിറ്റ് ഇല്ലെന്നാണ്. അതാണ് എഫെസ്യസ് 2:8. അത് നിങ്ങൾ നേടിയെടുത്തതല്ല. നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ എഡ്യൂക്കേഷൻ കൊണ്ടോ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി കൊണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടോ നിങ്ങൾ നേടിയെടുത്തതല്ല. അവിടെ നിങ്ങളുടെ നേട്ടം 0 മെരിറ്റാണ്. പിന്നെന്താണ്? ദൈവത്തിൻ്റെ ദാനമാണ്. എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ദാനമാണ്. 0 മെരിറ്റിൽ വരുമ്പോൾ പിന്നെയുള്ള ഓപ്ഷൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദൈവത്തിൻ്റെ ദാനം എപ്പോഴും വരണത് അത്ഭുതങ്ങളുടെ രൂപത്തിലാണ്. നമുക്ക് മെരിറ്റ് ഇല്ലെങ്കിൽ പിന്നെ അത്ഭുതമാണ് ഉണ്ടാകണം. പിന്നെ ഓപ്ഷൻ അതാണ്. അതുകൊണ്ടാണ് ആ അത്ഭുതം പ്രവർത്തിക്കാൻ ഉടമ്പടി തന്നെ വേണമെന്ന് പുറപ്പാട് 34:10 പറയണത്. പുറപ്പാട് 34:10 ഒന്ന് വായിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവിടുന്ന് അരുൾ ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ എന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. ഇത് ദൈവത്തിൻ്റെ വാക്കാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദൈവത്തിൻ്റെ വാക്ക് നിറവേറുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിക്കണത്. ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബേസിക്കായിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടാകണം, അല്ലേ? അതാണ് എഫെസ്യസ് 2:8. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിശ്വാസം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എഫെസ്യസ് 2:8. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, വീണ്ടെടുക്കപ്പെടുന്നത്. അപ്പോൾ കൃപ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറയുമ്പോൾ വിശ്വാസം വഴി
ഇപ്പം നമ്മൾ 2 കൊരിന്ത്യർ 12:9, 2 എഫെസ്യർ 2:8 കൂടി ലിങ്ക് ചെയ്ത് വായിക്കും. മനസ്സിലാക്കണം എന്താണ്? വിശ്വാസം വഴി കൃപയാലാണ്. അത് മീൻസ് ദൈവത്തിൻ്റെ ശക്തിയാലാണ്. ഒന്ന് പറഞ്ഞ വിശ്വാസം വഴി ദൈവത്തിൻ്റെ കൃപയാലാണ്. അഥവാ ദൈവത്തിൻ്റെ ശക്തിയാലാണ് അത്ഭുതങ്ങള് പ്രവർത്തിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ദാനം ഉടമ്പടി വഴി നമ്മൾക്ക് ലഭിക്കുന്നത്. കൈ അടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ എഫേസ്യസ് 2:8 വീണ്ടും നമ്മൾ ബേസിക് വേർഡ് ഓഫ് ഗോഡ് ഉള്ളത്. എന്താണ്? വിശ്വാസം വഴി. പറഞ്ഞ് വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അത് നമ്മൾ നേടിയതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ദൈവത്തിന്റെ ദാനം നമുക്ക് ലഭിക്കുന്നത്, ദൈവത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടി വഴിയാണെന്നാണ് പുറപ്പാട് 34:10 നമ്മൾ വായിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, ഈ വിശ്വാസം വഴി എന്നുള്ളത് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പായിട്ടുള്ള വേഡ്. വിശ്വാസം വഴി. ഈ വിശ്വാസം ആണ് നമ്മൾ വിശ്വാസം വഴി കൃപയാലാണ്. കൃപ നമുക്ക് ലഭിക്കണത് എങ്ങനെയാണ്? ഫസ്റ്റ് വിശ്വാസം വഴിയാണ്. വിശ്വാസമാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ഉടമ്പടി ആയാലും ശരി, അതിൻ്റെ ബേസിക് വിശ്വാസം തന്നെയാണ്. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി ഈ കള്ളം മൂത്ത് വിനായി ആകണ പോലെ വിശ്വാസം മൂത്ത് വിശ്വസ്തത ഉണ്ടാകും. അത് വേറെ ഒരു സബ്ജക്റ്റാണ്. അത് ഞാൻ വരുന്നുണ്ട്. അതല്ല, ഈ വിശ്വാസം വഴി പറഞ്ഞ് വിശ്വാസം വഴി കൃപയാലാണ് നമ്മള് രക്ഷിക്കപ്പെട്ടത്. അപ്പൊ വിശ്വാസം ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ സബ്ജക്റ്റ്. വിശ്വാസത്തിൻ്റെ കൈമാറ്റം. വിശ്വാസം എപ്പോഴും വരണത്, ആക്ടിവേറ്റ് ആകുന്നത് കൈമാറ്റത്തിലൂടെയാണ്. വിശ്വാസം നമുക്ക് മൂന്നോ നാലോ തരത്തിൽ വിശ്വാസം കൈമാറാൻ പറ്റും. ഒന്ന്, വിശ്വാസം പ്രഖ്യാപനത്തിലൂടെ നമുക്ക് വിശ്വാസം പ്രകടിപ്പിക്കാം. വിശ്വാസ പ്രകടനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മുടെ സബ്ജക്റ്റ്? എന്താണ്? എഫേസ്യസ് 2:8 ഉടമ്പടിയുടെ അസ്ഥിവചനങ്ങൾ. എന്താണത്? അത് പറഞ്ഞ വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ഈ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രകടനപരത പഠിക്കണം. നമുക്ക് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഉടമ്പടി, അല്ലാതെ വൈകാരികമായിട്ട് വരുന്ന വിഷയമല്ല. വിശ്വാസത്തിന് ഒരു പ്രകടനപരതയുണ്ട്. വിശ്വാസം പ്രകടിപ്പിക്കുന്ന രീതി. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എനിക്കുണ്ട് 3 തരത്തിൽ വിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റും. വിശ്വാസം പ്രഘോഷിക്കുക, നമുക്ക് അധരം കൊണ്ട് പ്രഘോഷിക്കുക, അല്ലേ? അത് റോമ 10:9 വിശ്വാസ പ്രഘോഷണം. എന്താണ്? പ്രഖ്യാപനം, അങ്ങനെ പറയാം. എന്താ റോമ 10:9? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്യുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പൊ വിശ്വാസം പ്രഖ്യാപിച്ചാൽ രക്ഷ പ്രാപിക്കാൻ പറ്റും. വിശ്വാസം പ്രഖ്യാപിച്ചാൽ എന്താണ് വിശ്വാസം? യേശു കർത്താവാണെന്നുള്ളതാണ് വിശ്വാസം. അത് അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. അധരം കൊണ്ട് പ്രഖ്യാപിക്കും. അതിനാണ് നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലണത്. അപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം, ഞാൻ എന്താണ് ചെയ്യണത്. കണാ പഠിപ്പിച്ചൊരു പ്രാർത്ഥന കണാകുണാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പട്ടിക പറയണവർ പറഞ്ഞിട്ട് കഥയില്ല. അതൊരു ആക്ടിവേഷൻ പ്രിൻസിപ്പിളാണ്. വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. എന്താ വിശ്വാസത്തിൻ്റെ അന്തസ്സത്ത? എന്താണ്? യേശു കർത്താവാണ്, അതാണ് വിഷയം. അതോടുകൂടി വിശ്വാസം എല്ലാം തീരും. കാര്യം രോഗമല്ല കർത്താവ്, കടമല്ല കർത്താവ്, ഇന്ന് വന്നിരിക്കുന്ന സാമ്പത്തിക തകർച്ചയിൽ ഭരിക്കേണ്ട കാര്യമില്ല. എന്നെ ഭരിക്കാൻ ഒരാളുണ്ട്, അവൻ മരണത്തെ ജയിച്ച ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. കൈയടിച്ച് കർത്താവ്